നമഃശിവായ. ഞാൻ പ്രതിക. ഇന്ന് സമൂഹം വിവിധതര പ്രശ്നങ്ങളിൽ പെട്ടുഴലുകയാണ്. മാനസികമായി പിന്നോട്ടടിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തമ ഔഷധമാണ് ശ്രീമദ് ഭഗവത്ഗീത. ശ്രീമദ് ഭഗവത്ഗീതയെ പുതുതലമുറയ്ക്ക് കൂടുതൽ പരിചയപ്പെടുത്തുന്നതിനായി മാതാ അമൃതാനന്ദമയി മഠത്തിലെ യുവത്വത്തിൻ്റെ കൂട്ടായ്മയായ അയുത് സംഘടിപ്പിക്കുന്ന ഗീതാ ചലഞ്ചിൽ ഒരു ഗീതാ ശ്ലോകം ചൊല്ലി വ്യാഖ്യാനിച്ചുകൊണ്ട് പത്തനംതിട്ട അമൃത വിദ്യാലയത്തിലെ ഒരു വിദ്യാർത്ഥിനിയായ ഞാൻ പങ്കാളിയാവുകയാണ്. ഇന്ന് ഞാനിവിടെ ചൊല്ലി വ്യാഖ്യാനിക്കാൻ പോകുന്നത് 11-ാം അധ്യായത്തിലെ 18-ാമത്തെ ശ്ലോകമാണ്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. ത്വമക്ഷരം പരമം വേദിതവ്യം ത്വമസ്യ വിശ്വസ്യ പരം നിധാനം ത്വമവ്യയ ശാശ്വത ധർമ്മഗോപ്ത സനാതനസ്ത്വം പുരുഷോ മതോ മേ. ലോകത്തിലെ ആധ്യാത്മിക കാവ്യങ്ങളിൽ കിരയേറ്റ ഒന്നാണ് ശ്രീമദ് ഭഗവത്ഗീത. അതിന് ഉത്തമോദാഹരണമാണ് ഭഗവത്ഗീതയിലെ 11-ാം അധ്യായമായ വിശ്വരൂപ ദർശനയോഗം. ഭഗവത് രൂപം കാണാൻ താൻ യോഗ്യനാണെങ്കിൽ അങ്ങ് അവ്യയമായ ആത്മസ്വരൂപത്തെ എനിക്ക് കാട്ടിത്തരണമേ എന്നുള്ള അർജുനൻ്റെ അപേക്ഷ ഭഗവാൻ കേൾക്കുകയും അർജുനൻ്റെ മുൻപിൽ വിശ്വരൂപത്തെ കാട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു. കിരീടം, ഗദ, ചക്രം എന്നിവയോടുകൂടിയ വിരാട് പുരുഷനെ അർജുനൻ കാണുന്നു. അപ്പോൾ അർജുനൻ ഭഗവാനോട് പറയുന്ന വാക്കുകളാണ് 11-ാം അധ്യായത്തിലെ 18-ാം ശ്ലോകം. ഈ ശ്ലോകത്തിൻ്റെ വാച്യാർത്ഥം ഇപ്രകാരമാണ്: അവിടുന്നാണ് അറിയപ്പെടേണ്ട പരമവും അക്ഷരവുമാവുന്ന ബ്രഹ്മമെന്നും അവിടുന്നാണ് വിശ്വത്തിൻ്റെ പരമാശ്രയമെന്നും അവിടുന്നാണ് സനാതന ധർമ്മങ്ങളുടെ നിത്യരക്ഷകനെന്നും അവിടുന്ന് തന്നെ പരമാത്മാവെന്നും എനിക്ക് തോന്നുന്നു. ജഗതധിഷ്ഠിതമായ പരമ്പൊരുളിനെ കണ്ടെത്തലാണ്, സാക്ഷാത്കരിക്കലാണ് ജീവിത പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമെന്നും അതിന് ബാഹ്യലോകത്തിൽ തിരഞ്ഞിട്ട് പ്രയോജനമില്ലെന്നും ബഹിർമുഖത വെടിഞ്ഞ് സ്വശരീരത്തിൽ കുടികൊള്ളുന്ന അന്തരാത്മാവിലേക്ക് തിരിയണമെന്നും ഈ ശ്ലോകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സനാതനനെന്ന് വിശേഷിപ്പിക്കപ്പെട്ട പരമ്പൊരുൾ തന്നെയാണ് നമ്മളെല്ലാം ജീവചൈതന്യമായി കുടികൊള്ളുന്നത്. അർജുനന്റെ മുൻപിൽ വിരാട് പുരുഷ രൂപത്തിൽ പ്രത്യക്ഷീഭവിച്ചതും അതുതന്നെ. വിരാടും വിശ്വവും ഒന്നാണെന്ന് ഭഗവത്ഗീതയിലെ 11-ാം അധ്യായം നമുക്ക് കാട്ടിത്തരുന്നു. ഓം നമഃ ശിവായ.